പ്രേക്ഷകർക്ക് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നവർക്ക് എന്താണ് സംഭവം നമ്മുടെ മൈക്ക് മാറ്റി അപ്പം ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് എന്താണ് ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കൂ. അപ്പൊ ഇപ്പൊ പലവരും ചോദിക്കുന്നുണ്ട് എന്താ സംഭവം. ഇപ്പോഴൊക്കെ ഞാൻ കണ്ടു പലരും ചോദിക്കുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാല് 2016 കല്യാണം കഴിച്ചു, 2020 ഡിവോഴ്സായി. ഷോർട്ടായിട്ട് പറയാം. അത് കാരണം എന്റെ എക്സ് ഹസ്ബൻഡിന് PR അതായത് ഇവിടെ വന്ന് സെറ്റിൽ ആകാൻ വേണ്ടിയാണ് എന്നെ കല്യാണം കഴിച്ചത്. അല്ലാണ്ട് ഒരു മാരേജ് ലൈഫ് കണ്ടിട്ടല്ല. ആളുടെ പർപ്പസ് PR ആവാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഒരുപാട് വൈകിപ്പോയി. ഇത്രയാണ് പറയുന്നത്. ബാക്കി ഇനി എന്താ പറയണ്ടേ. ഇതിന്ന് റിക്കവർ ആയത് പുള്ളിക്കാരി യോഗ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു. പുള്ളി ഒരു ബൈ പ്രൊഫഷണൽ ഡോക്ടർ ആണല്ലേ? ആയുർവേദിക് ഡോക്ടറാണ്. ആയുർവേദിക് ഡോക്ടർ. ക്ലിനിക്ക് നടത്തുന്നു UK. ക്ലിനിക് ഉണ്ട്. ആയുഷ് ആയുർവേദ UK നടിച്ചാൽ അത് കിട്ടും. പിന്നെ ഞാൻ റിക്കവർ ആയത് മെയിൻലി ഞാൻ എന്നെ തന്നെ ബിൽഡ് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ അതിനുള്ള സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണമെന്ന് എന്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തിയിട്ട് യോഗ, മെഡിറ്റേഷൻ, അതായത് പ്രാണായാമം, പിന്നെ നല്ല നല്ല സ്പീച്ച്, മോട്ടിവേഷൻ സ്പീച്ച്, പിന്നെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. എങ്ങനെയാണ് നമുക്ക് മാനസിക സംഘർഷം വന്നാൽ നമ്മൾ അത് ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. പിന്നെ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു എന്റെ ഡെസ്റ്റിനിയിൽ, എന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഞാൻ പോകണമായിരുന്നു എന്ന് എന്റെ ഡെസ്റ്റിനിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന്. അതായത് എന്റെ ലൈഫിൽ കല്യാണം വരും, അത് ഡിവോഴ്സ് ആകണം, ഇങ്ങനെ ആയിരിക്കും എന്റെ ലൈഫ് എന്ന് ഞാൻ അമ്മയുടെ വയറ്റിൽ ഉണ്ടായിരുന്നപ്പോ തന്നെ എന്റെ ഡെസ്റ്റിനിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ആർക്കും മാറ്റാൻ പറ്റത്തില്ല എന്ന ഒരു ബോധം എന്റെ മനസ്സിൽ കൊടുത്തിട്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുന്നത് പടപൊരുതി എന്നെ തന്നെ ബിൽഡ് ചെയ്തെടുത്തു. അതാണ് എക്സാക്ട് വേർഡ്സ്. ഈ ഫ്ലർട്ടിംഗ് ഒക്കെ വരുമ്പോ എങ്ങനെയാണ് നേരിടുന്നത് അതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഈ ഒരുപാട് പേര് ഫ്ലർട്ടിംഗ് ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് പേര് വന്നിട്ട് മെസ്സേജിലൊക്കെ വന്നിട്ട് ചുമ്മാ ഇരുന്ന് എന്താണ് ഫ്രണ്ട്സ് ആവാമോ, അല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചോട്ടെ, ഐ ലവ് യു, ഇതൊക്കെ പറയുമ്പോ എങ്ങനെയാണ് നേരിടുന്നത്? കോമഡി ആയിട്ടാണോ നേരിടുന്നത്? കോമഡി അല്ല, ഞാൻ എന്റെ ഉള്ളിലുള്ള റിയാലിറ്റി ആണല്ലോ ഏറ്റവും എപ്പോഴും കാണിക്കേണ്ടത്. അപ്പൊ ഞാൻ പറയും എനിക്കിതിന് താല്പര്യമില്ല. ഫ്രണ്ട്ഷിപ്പ് അത് ആണെങ്കിൽ ഞാൻ കുറച്ചുനാള് സമയം എടുക്കും. പെട്ടെന്ന് ഞാൻ ആരുമായിട്ട് ഫ്രണ്ട് ആകത്തില്ല. കാരണം എന്റെ പുറകിലേക്കുള്ള കാര്യങ്ങൾ നോക്കിയാൽ എനിക്കതിൽ ട്രസ്റ്റ് വർത്തിയാക്കാൻ പറ്റത്തില്ല എനിക്ക് പെട്ടെന്ന്. അതുകൊണ്ട് കുറെ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ അങ്ങനെ വന്നിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് ഒരാളെ ഞാൻ വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് ചില ഫ്രണ്ട്സിനെ ഞാൻ കീപ്പ് ചെയ്തിട്ട് ഒന്ന് ചാറ്റ് ചെയ്ത് നോക്കും, ഓക്കെയാണ്. പക്ഷെ അവരുടെ ഉദ്ദേശം വേറെ രീതിയിലാണെന്ന് വെച്ചാൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് പോകും. ഇല്ലെങ്കിൽ ഞാൻ പറയും ഐ ആം സോറി, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയും. പിന്നെ എന്നെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ഞാൻ അതങ്ങ് ബ്ലോക്ക് ചെയ്യും. അത്രേ ഉള്ളൂ. അല്ല, ഒരുപാട് പേര് നമുക്ക് കമന്റിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഈ സ്ത്രീകളൊക്കെ മെസ്സേജ് ഇടുമ്പോൾ വന്നിട്ട് അവർക്ക് മെയിനായിട്ട് വരുന്ന പരാതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ഈ ഇതേപോലെ ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം വരുന്നു. ഞാൻ മിക്കയിടത്തും പറയും ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം നിങ്ങൾക്ക് ബ്ലോക്കിംഗ് എന്ന് പറയുന്ന ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഫേസ്ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ പോയാൽ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിന്നൊക്കെ ജസ്റ്റ് ഒരു കമന്റ് പോലും ഇടാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെ വരിക എന്ന് പറയുമ്പോൾ അതിൽ നിന്നൊക്കെ ഒളിച്ചോടുക എന്ന് പറയുന്നത് ജീവിതം കാലം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ വരും. ഇതിലെ ഓട്ടമല്ലത്. നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ മെസ്സഞ്ചറിൽ വിളിക്കാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? അവരെ ഞാൻ ബ്ലോക്ക് ചെയ്യും. അല്ലാത്തവരോട് ഞാൻ നൈസായിട്ട് സംസാരിക്കും. പിന്നെ ഒരുപാട് ഈ കോഴികളില്ലേ, കോഴികൾ എന്ന് വെച്ചാല് എനിക്ക് ഇതിന്റെ അടുത്ത് അത് ഓപ്പൺ ആയിട്ട് പറയാൻ, അതായത് തോന്നിക്കുന്നില്ല എന്നുള്ളൂ. നല്ല പ്രായമുണ്ട്, എനിക്ക് കോഴികൾ എന്തെന്ന് വെച്ചാൽ അറിയാം. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു നെഗറ്റിവിറ്റി വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോഴ് വീട്ടിലാരൊക്കെ ഉണ്ട് അത് പറഞ്ഞില്ലേ? എന്റെ നാട്ടില് എനിക്ക് മമ്മിയുണ്ട്, അവിടെ ബ്രദറുണ്ട്, 2 സിസ്റ്റേഴ്സ് ഉണ്ട്. എല്ലാരും കല്യാണം കഴിച്ചു സന്തോഷമായിട്ട് ജീവിക്കുന്നു. എല്ലാവരും സന്തോഷം. നാട്ടില് ഇടുക്കിയിലാണ്, കട്ടപ്പന. ഇടുക്കി, അടിപൊളി പ്ലേസ്. അടിപൊളി പ്ലേസ്, ഭാഗ്യം ചെയ്തവരാ കട്ടപ്പന, ഇടുക്കി. പക്ഷെ അധികം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. മിഥുനെ, ഞാൻ
ഏകദേശം കുറെ നാളായി ഇപ്പം എന്താ പറയുന്നത് വിദേശത്തായിട്ട്. എന്റെ പേരൊക്കെ ചോദിച്ചാൽ തന്നെ അവിടെ പലർക്കും അറിയില്ല. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞാൻ പോന്നതാണ്. അപ്പം എന്റെ പേരൊക്കെ പറഞ്ഞാൽ ചിലർക്ക് ഇപ്പൊ അറിയത്തേ ഇല്ല. ഇത്രയും നാളായി. ചിലപ്പോ ചെല്ലുമ്പോ ഇത് ആരാന്നൊക്കെ ചോദിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട് വിട്ടേ ഇങ്ങ് പോകുന്നു. ഇനി ഇവിടെ തന്നെയാണോ, ഈ UK തന്നെയാണോ ഇനിയുള്ള ജീവിതം? ഞാൻ ഇവിടുത്തെ സിറ്റിസൺ ആണ്. ഞാൻ അവിടെ വരുമ്പം വിസ എടുത്തിട്ടാ വരുന്നത്, ഇന്ത്യൻ വിസ. ഓ, അപ്പം വിദേശിയാണ്, സ്വദേശിയല്ല പൂർണ്ണമായും. ഓക്കെ. അപ്പോ കേരളം മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങള്? കേരളം ഈ ഡിപ്രഷനിലൊക്കെ ആയിരുന്നപ്പോ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് മിസ് ചെയ്ത് കാണുമല്ലോ. എല്ലാവരും മിസ് ചെയ്തു. വിവാഹം എങ്ങനെയായിരുന്നു? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ അതേ എന്തെങ്കിലും മാട്രിമോണിയിലൊക്കെ കണ്ടുള്ള? മാട്രിമോണി വഴിയാ കല്യാണം കഴിച്ചത്. ഓക്കെ ഓക്കെ. പുള്ളിയുടെ ഫാമിലിയൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാ? പുള്ളിയുടെ അമ്മ അവരൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അമ്മായിമ്മ പോരോ അങ്ങനൊന്നും ഇല്ലായിരുന്നു. നല്ലൊരു അമ്മ, നല്ലൊരു അച്ഛൻ, നല്ലൊരു അനിയൻ, നല്ലൊരു അനിയത്തി, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ അവരുടെ വീട്ടിലും അധികം നിന്നിട്ടില്ല. കാരണം UK ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് അവിടെ 10 ദിവസമേ നിന്നുള്ളൂ. പിന്നെ ആളിങ്ങ് വന്നു. പിന്നെ നമ്മള് പോകുമ്പോഴും ഹോളിഡേ പോകുമ്പോഴും കൂടുതലും നമ്മള് അമ്പലങ്ങളിലൊക്കെ യാത്രകളാണ്. ഗുരുവായൂര്, എന്താ പറയാ, മീനാക്ഷി ക്ഷേത്രം, എന്താ പറയുന്ന മൂകാംബി, ഇങ്ങനെയൊക്കെ പോകും. അവിടെ ഒരു 10 ദിവസമൊക്കെ നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നല്ല സ്നേഹത്തിലായിരുന്നു. ഇപ്പം ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ടൊന്നും കണ്ടിട്ടില്ല. എന്നാലും അറിയില്ല ഇപ്പൊ എങ്ങനെ അവരെന്നൊക്കെ. അവരുടെ റിയാക്ഷൻ ഒന്നും അറിയാൻ വയ്യല്ലേ? നിങ്ങള് ഡിവോഴ്സ് ആയതെങ്കിലും അറിഞ്ഞോ അവര്? അതൊക്കെ അറിഞ്ഞിട്ടുണ്ട്, പേപ്പറൊക്കെ ചെന്നു. ഓക്കെ ഓക്കെ. എന്ത് ചെയ്യാൻ പറ്റും? അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇങ്ങനെ പുള്ളി ഇങ്ങനത്തെ ഒരു ഇന്റൻഷനോട് കൂടി വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു തെറ്റല്ലേ? അതിന് എത്ര ന്യായീകരിക്കാൻ? ചതി, വൻ ചതിയല്ലേ? അതെ അതെ. അതാണ്, അതൊരു പെണ്ണിനും താങ്ങാൻ പറ്റില്ല. നമ്മളെ കല്യാണം കഴിച്ചത് അതിനു വേണ്ടിയിട്ടാണെന്ന് അറിയുമ്പോ നമ്മുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. നമ്മൾ അത്രയും സ്നേഹിച്ച് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ആളെ സെറ്റിലാക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ആള് പറയണ എനിക്ക് PR തന്നിട്ട് ഡിവോഴ്സ് ചെയ്തോ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തൊരു മാനസികാവസ്ഥ ആയിരിക്കുമെന്ന്. നല്ലവനായ ഉണ്ണി. ഞാൻ ആളെയും നെഗറ്റീവായിട്ട് പറയുന്നില്ല. ചിലപ്പോ ആളുടെ ഒരു എന്താ പറയാ ഇന്റൻഷൻ അങ്ങനെ. നിങ്ങളെല്ലാരും സ്ത്രീകളെല്ലാരും ഇതേപോലെ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ആരെങ്കിലും ഒക്കെ കുറ്റം പറയണം. എല്ലാരും വിളിച്ചിട്ട് ഭർത്താവിന് നമ്മളൊന്നും കുറ്റം പറയുന്നില്ല, പുള്ളിക്കാരന്റെ സാഹചര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നമ്മള് ചിലപ്പോ സാഹചര്യം, ഞാൻ പറഞ്ഞില്ല എന്റെ ഡെസ്റ്റിനി, ഞാൻ അങ്ങനെയാണ്, എന്റെ ഡെസ്റ്റിനി അതായിരിക്കും. പുള്ളിക്കാരൻ വേറെ ഓരോരുത്തരും മാരേജ് ചെയ്തോ? ആരാ പുള്ളിക്കാരനെ? എനിക്ക് അറിയത്തില്ല പുള്ളിക്കാരനെ കുറിച്ചൊന്നും. ഫോളോ ചെയ്തിട്ടില്ല പിന്നെ അതിനുശേഷം. അതെനിക്ക് ഒരുപാട് സങ്കടം തരും ഞാൻ അന്വേഷിക്കാൻ പോയാൽ. അപ്പം ഞാൻ എനിക്ക് സങ്കടം തരുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മള് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നതല്ലേ നല്ലത്, ചെയ്യുന്നതല്ലേ നല്ലത്. ഗ്രൂപ്പിലുള്ള എല്ലാവരോടും ഒരു കാര്യം പറയാൻ ഉണ്ട്. അത് എല്ലാവർക്കും കേൾക്കാമോന്ന് അറിയില്ല. ഡിവോഴ്സ് ആയവര് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ വിവാഹം കഴിക്കാത്തവരുണ്ടായിരിക്കാം. നമ്മൾക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ദൈവം നമുക്ക് ഇങ്ങനെ ഒരു ഡെസ്റ്റിനി കൂടെ പോകാനായിട്ട് ഇങ്ങനെ ഒരു ജേർണി നമ്മുടെ ലൈഫിൽ ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മള് വി ഹാവ് ടു ഗോ ത്രൂ ഇറ്റ്. അതിന്റെ മലയാളം എങ്ങനെ, നമ്മൾ ഈ അങ്ങനെയല്ലേ ആ പാതയിൽ കൂടെ തന്നെ സഞ്ചരിച്ച് നമ്മുടെ എന്താ പറയുന്ന ഡെസ്റ്റിനിയിൽ എത്തണമെന്ന്. അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സങ്കടം വരില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ ഇപ്പം ഒരുപാട് നടക്കുന്നുണ്ടല്ലേ ഈ PR വേണ്ടി വിവാഹം? ഒത്തിരി ഇവിടെയുണ്ട്. ഇവിടെ വന്ന് കല്യാണം കഴിച്ച് PR ആയിട്ട് ഒരുപാട് പേര് ഉപേക്ഷിക്കുന്നവരുണ്ട്. ആണുങ്ങള്, പെണ്ണുങ്ങള്, രണ്ടിതിലും ഉണ്ട്. ആണിനെ മാത്രം പറഞ്ഞാൽ പോരാ, പെണ്ണുങ്ങളും ഉണ്ട്. ഇവിടെ വന്ന് ആരെയും ഒക്കെ പരിചയപ്പെട്ടൊക്കെ കഴിയുമ്പോ അവർക്ക് വിവാഹമോചനം തേടി അവരുടെ കൂടെ പോകും. പെണ്ണുങ്ങളും ഉണ്ട്, ആണുങ്ങളും ഉണ്ട്. പക്ഷേ ഈ ജെന്യൂനായിട്ട് ചിലവർ ഈ പൈസയൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ വിവാഹം നടത്തിയ നമ്മളുടെ ഈ സിനിമയിലുണ്ടല്ലോ, ടു കൺട്രീസോ അല്ല, മൈ ബോസ് സിനിമയില് നമ്മുടെ ദിലീപിനായി ലേഡി പേര് മറന്നുപോയി, പുള്ളിക്കാരി വിവാഹം കഴിക്കുന്ന ഇന്ത്യൻ സിറ്റിസൺ ആവാനോ അങ്ങനെ എന്തിനോ വേണ്ടിയല്ലേ, ഞാൻ മറന്നുപോയി കറക്റ്റ് കഥ.
മൈബോസിലും ഇത് സെയിം സിറ്റുവേഷൻ. പക്ഷെ അത് വിവാഹം കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു എന്താണ് അല്ല മറ്റേ അവരുടെ പേര് ഞാൻ പറഞ്ഞത് ആ ആക്ട്രസിന് മമതയ്ക്ക് ഇവിടെ ഇന്ത്യയിൽ കുറച്ചു കാലം കൂടെ നിൽക്കാൻ വേണ്ടിയാണ് നമുക്ക് കറണ്ട് വന്നു ഭാഗ്യം. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഹോം ഓഫീസ് അതൊക്കെ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇമിഗ്രേഷൻ ലോ ഭയങ്കര സ്ട്രിക്റ്റ് ആയി. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ സിറ്റിസൺ ആണ്, എന്റെ പാസ്പോർട്ട് ബ്രിട്ടീഷ് ആണ്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് ഒരാളെ കല്യാണം കഴിച്ചെന്ന് വെച്ചോ ഫോർ എക്സാമ്പിൾ, ആ ആളെ എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ ഭയങ്കര പാടായി ഇപ്പോഴത്തെ ഒരു ഇമിഗ്രേഷൻ ലോ വെച്ചിട്ട്. അപ്പോ എനിക്ക് ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്, PR-ന് വേണ്ടി ആരും സഹോദരിയുടെ അക്കൗണ്ടിലേക്ക് പോകരുത്. ചിലവര് വിചാരിക്കും എനിക്ക് ആ പുള്ളിക്കാരന് മാത്രം കൊടുത്താൽ പോരല്ല, എനിക്കും വേണം PR എന്ന് കരുതി ഓരോരുത്തർ ഇനിയിപ്പം വന്നാലോ എന്ന് കരുതി പറഞ്ഞതാണ്. അന്നത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലല്ലോ ഇപ്പൊ നമുക്കുള്ളത്, നല്ല എക്സ്പീരിയൻസ് ആയില്ലേ. അതുകൊണ്ട് നമ്മള് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ 1000 പ്രാവശ്യം ചിന്തിക്കും. 10 പ്രാവശ്യം അല്ല 1000 പ്രാവശ്യം ചിന്തിക്കും. ഓക്കെ, നല്ല കാര്യം. എന്തായാലും നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമല്ലേ? ഇതിന്റെ അകത്ത് എനിക്കങ്ങനെ വലുതായിട്ട് ഫ്രണ്ട്സ് ആരും തന്നെ ഇല്ല. ഞാനങ്ങനെ ഫ്രണ്ട്സ് ആക്കിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇൻബോക്സിൽ മെസ്സേജസുകൾ ഒരുപാട് വരുന്നുണ്ട്. ഇതിനെ ഒരുപാട് വരുന്നുണ്ട്. വേറൊരു കേസുണ്ട് കേട്ടോ. നിങ്ങളുടെ ഫോട്ടോ നമ്മള് ഈ അനു എന്ന് പറയുന്ന സിസ്റ്ററിന്റെ ഫോട്ടോ നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴ് ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, ഒന്ന് കോണ്ടാക്ട് നമ്പർ തരൂ, ഒന്ന് കോണ്ടാക്ട് നമ്പർ തരൂ, ഇതൊരു ക്യൂട്ടാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ്. ഒരുപാടെന്ന് പറഞ്ഞാൽ എന്താ ഒരു 1000 മെസ്സേജ് എങ്കിലും വന്നതാണ് ഈ ഒറ്റ ഫോട്ടോയ്ക്ക്. ഫാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ എന്നെ കണ്ടിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് കുറച്ചുകൂടെ എന്താ പറയാ, എന്താ അതിന് പറയുന്നേ, സബ്സ്ക്രിപ്ഷൻ അല്ലേ, അത് കുറച്ചുകൂടെ കൂടട്ടെ നമ്മുടെ ഗ്രൂപ്പിന്. എല്ലാവരെയും കണ്ടിട്ട് അങ്ങനെ ആവട്ടെ. ജോക്ക് ആയിട്ടോ മിഥുനെ. ഓക്കെ മിഥുനെ, അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്കിവിടെ ലഞ്ച് കഴിക്കാൻ ടൈമായി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഓക്കെ, ടേക്ക് കെയർ. എന്തായാലും വിളിച്ചതിൽ സന്തോഷം. എന്തായാലും ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ലൈവും കൂടെ കണ്ടോളൂ. ഓക്കെ, കണ്ടോളാം. എല്ലാവർക്കും ഹായ് ഗ്രൂപ്പിലുള്ള കേട്ടോ. എല്ലാരും ഹായ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അങ്ങനെ അനു ആണ് വിളിച്ചത്. നിങ്ങൾക്ക് ചിലവർക്കൊക്കെ അറിയായിരിക്കും. അനു എന്ന് പറയുമ്പോൾ നമ്മുടെ വെൽക്കം പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരി ഡോക്ടറാണ്, UK-യിലാണ്. പുള്ളിക്കാരിയുടെ ജീവിതം പറഞ്ഞല്ലോ, ഇതേപോലെ ഒരാൾ വിവാഹം കഴിച്ചിട്ട് ചതിക്കപ്പെട്ട ഒരു ആളാണ്.